നമസ്കാരം. ഞാൻ ഡോക്ടർ സ്വപ്ന കെ വി, GVHS ചെറുവണ്ണൂരിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ടീച്ചറാണ്. ആദ്യ യൂണിറ്റിലെ 1ഉം 2ഉം എല്ലോകളിലായി മുട്ട ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, മുട്ടയുടെ ന്യൂട്രീഷണൽ വാല്യൂ, മുട്ടയുടെ ഗ്രേഡിംഗ് ഇവയെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞു. മുട്ട വാങ്ങുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണ്? അതിൻ്റെ വലുപ്പം, അതുപോലെ തന്നെ അതിൻ്റെ വൃത്തി ഇവയാണല്ലോ. മുട്ട വൃത്തിയാക്കാനായി പ്രത്യേകം രീതികളുണ്ട്. ഈ എല്ലോയിൽ നമുക്ക് ആ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാം. മുട്ട വൃത്തിയാക്കാനായി പ്രധാനമായും 2 രീതികളാണുള്ളത്. ഡ്രൈ ക്ലീനിങ്, അതുപോലെ തന്നെ വെറ്റ് ക്ലീനിങ്. ഡ്രൈ ക്ലീനിങ് ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആദ്യ രീതിയിൽ എഗ് ബ്രഷ്, സാൻഡിങ് സ്പോഞ്ച്, ലൂഫ, പേപ്പർ ടവൽ, കോട്ടൺ ക്ലോത്ത്സ് ഇവ ഉപയോഗിച്ച് മുട്ടയുടെ പുറംതോല് തുടച്ചെടുക്കുന്നു. എന്നാൽ രണ്ടാമത്തെ രീതിയിലാവട്ടെ സാൻഡിങ് സ്പോഞ്ച്, ലൂഫ, പേപ്പർ ടവൽ, കോട്ടൺ ക്ലോത്ത്സ് ഇവ നനച്ചതിനു ശേഷം മുട്ടയുടെ പുറംതോൽ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഡ്രൈ ക്ലീനിങ്ങിന് മുന്നേ മുട്ടയെ നാം തരംതിരിക്കുന്നു. അതായത് ക്ലീൻ എഗ്, സ്ലൈറ്റ്ലി സോയിൽഡ് എഗ്, ഹൈലി സോയിൽഡ് എഗ് എന്നിങ്ങനെ തരംതിരിക്കുന്നു. അതിനുശേഷം ഓരോ സെക്ഷനായിട്ടാണ് ഡ്രൈ ക്ലീൻ ചെയ്യാറുള്ളത്. പോയിന്റ്സ് ടു ബി നോട്ടഡ് ഡ്യൂറിങ് ഡ്രൈ ക്ലീനിങ്. ഡ്രൈ ക്ലീൻ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കിനി നോക്കാം. ഡിസ്പോസിബിൾ പേപ്പർ ടവലാണ് ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് റീയൂസ്. കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ആവശ്യത്തിന് വലിപ്പത്തിലുള്ള തുണി എടുക്കുന്നതായിരിക്കും നല്ലത്. അഴുക്ക് പിടിച്ച തുണികൾ ഉപയോഗിച്ച് മുട്ട ക്ലീൻ ചെയ്യരുത്. അഴുക്കാകുന്നതിനനുസരിച്ച് ഈ തുണികൾ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനു ശേഷം മുട്ട ക്ലീൻ ചെയ്യുന്ന തുണികൾ വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് ഡ്രൈ ചെയ്തതിനു ശേഷം വേണം റീയൂസ് ചെയ്യാൻ. പോയിന്റ്സ് ടു ബി നോട്ടഡ് വൈൽ യൂസിങ് ഡാം ക്ലോത്ത്സ്. അതായത് നനഞ്ഞ കോട്ടൺ ഉപയോഗിച്ച് മുട്ട ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നനയ്ക്കാനായി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ സാനിറ്റൈസേഴ്സ് അതല്ലെങ്കിൽ ഡിറ്റർജന്റ് ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ് അല്ലെങ്കിൽ സാനിറ്റൈസേഴ്സ് മസ്റ്റ് ബി suitable ഫോർ കോണ്ടാക്ട് വിത്ത് ഫുഡ്. നനച്ച തുണി നല്ല രീതിയിൽ പിഴിഞ്ഞതിന് ശേഷം മാത്രമേ മുട്ട തുടയ്ക്കാൻ പാടുള്ളൂ. മുട്ട തുടയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്ത് വെള്ളം ഒഴുകാൻ പാടുള്ളതല്ല. ഡാം ക്ലോത്ത്സ് അല്ലെങ്കിൽ നനവുള്ള തുണി ഉപയോഗിച്ച് മുട്ടയുടെ സർഫസ് ക്ലീൻ ചെയ്യുമ്പോൾ മുട്ടയുടെ ഉപരിതലത്തിൽ വെള്ളമില്ലാത്ത രീതിയിൽ വേണം തുടച്ചെടുക്കാൻ. വളരെ നേരിയ ലെയർ മോയ്സ്ചർ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ വെള്ളമാകുന്ന രീതിയിൽ മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ക്ലീൻ ചെയ്യുന്ന തുണികൾ ക്ലീനിങ്ങിന് ശേഷം കഴുകി സാനിറ്റൈസ് ചെയ്തു ഡ്രൈ ചെയ്തതിനു ശേഷം റീയൂസ് ചെയ്യാവുന്നതാണ്. എഗ് ക്ലീനിങ്ങിന്റെ അടുത്ത രീതിയാണ് വെറ്റ് ക്ലീനിങ് അഥവാ എഗ് വാഷിംഗ്. ഈ രീതിയിൽ സാനിറ്റൈസർ അല്ലെങ്കിൽ ഡിറ്റർജന്റ് ചേർത്ത വെള്ളത്തിൽ മുട്ടയിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യാറ്. ഇതുവഴി ഫിസിക്കൽ കണ്ടാമിനേഷൻ, മൈക്രോബിയൽ കണ്ടാമിനേഷൻ എന്നിവ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. എന്നാൽ ശരിയായ രീതിയിൽ എഗ് വാഷിംഗ് അല്ലെങ്കിൽ വെറ്റ് ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിൽ മുട്ട കേടുവരാനും അങ്ങനെയുള്ള മുട്ട കഴിക്കുന്നത് അസുഖത്തിനും കാരണമാകുന്നു. എഗ് വാഷിംഗ് ചെയ്യാറ് ഇളം ചൂടുള്ള വെള്ളത്തിലാണ്. അതായത് 41 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള വെള്ളത്തിലാണ് മുട്ട വാഷ് ചെയ്യാറുള്ളത്. വെള്ളത്തിൽ ചേർക്കുന്ന സാനിറ്റൈസറിന്റെ pH 10.5-ൽ കൂടുതലായിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കണ്ടാമിനേഷൻ ഒരു പരിധിവരെ കുറയ്ക്കുന്നു. മുട്ട വെള്ളത്തിലിട്ട് വൃത്തിയാക്കുമ്പോൾ മുട്ടയുടെ പുറംപാളിയിലുള്ള ക്യൂട്ടിക്കിൾ നഷ്ടമാകുന്നു. അതുവഴി മുട്ടത്തോലിലെ ചെറുസുഷിരങ്ങൾ തുറക്കപ്പെടുന്നു. അതിലൂടെ വെള്ളത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കയറാൻ സാധ്യതയുണ്ട്. അതിനാൽ മുട്ട വളരെ പെട്ടെന്ന് വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. മുട്ട വെള്ളത്തിൽ ഇട്ടുവെക്കാൻ പാടുള്ളതല്ല.
വളരെ കൂടുതൽ വൃത്തിഹീനമായ മുട്ടകൾ ഈ രീതി ഉപയോഗിച്ച് വൃത്തിയാക്കാൻ പാടുള്ളതല്ല. വെറ്റ് ക്ലീനിംഗ് വഴി വൃത്തിയാക്കുന്ന മുട്ടകൾ വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെറ്റ് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന സാനിറ്റൈസർ അതല്ലെങ്കിൽ ഡിറ്റർജൻസ് മണമില്ലാത്തതാവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ലെയർ ഹൗസിൽ നിന്നും കളക്ട് ചെയ്ത മുട്ട വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് എഗ് വാഷിംഗ് മെഷീനാണ്. ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് മുട്ട ശരിയായ രീതിക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത മുട്ടകൾ ശരിയായ രീതിയിൽ പാക്കിംഗ് ചെയ്യേണ്ടതുണ്ട്. പാക്കേജിംഗ് ചെയ്താൽ മാത്രമേ അത് പൊട്ടിപ്പോവാതെ മാർക്കറ്റ് പ്ലേസിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. Packaging is the art and science of preparing product for a storage, transport and sealed to prevent loss of moisture or escape of dissolved gases. Packaging എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൽ നിന്നും അതിൻ്റെ മോയ്സ്ചർ അതല്ലെങ്കിൽ ഡിസോൾവ് ചെയ്ത ഗ്യാസസ് ലോസ് ചെയ്യാത്ത രീതിയിൽ സീൽ ചെയ്ത് ശരിയായ രീതിക്ക് സ്റ്റോർ ചെയ്യാൻ പാകത്തിന് അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാകത്തിന് ആക്കുന്നതിനെയാണ്. മുട്ട ശരിയായി പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടമാവുകയും അതുമൂലം മുട്ടയുടെ വൈറ്റ് അഥവാ എഗ് വൈറ്റ് തിന്നായി വെള്ളത്തിന്റെ അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന മുട്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊട്ടിച്ചൊഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ എഗ് വൈറ്റ് ലൂസായി കാണപ്പെടുന്നത്. ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള എഗ് വൈറ്റിലെ വാട്ടർ എഗ് യോക്കിലേക്ക് പ്രവേശിക്കുകയും എഗ് യോക്ക് തിന്നാവാനും അതല്ലെങ്കിൽ വിറ്റലിൻ മെംബ്രെയിൻ എഗ് യോക്കിലുള്ള വിറ്റലിൻ മെംബ്രെയിൻ വീക്കൻഡ് ആവാനും കാരണമാകുന്നു. ശരിയായ രീതിയിലുള്ള പാക്കേജിംഗ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ കുറയ്ക്കുകയും തന്മൂലം സ്പോയിലേജ് കുറയുകയും പ്രൊഡക്റ്റിന്റെ കീപ്പിംഗ് ക്വാളിറ്റി കൂടുകയും ചെയ്യുന്നു. പാക്കേജിംഗ് ഓൾസോ ഹെൽപ്സ് ടു പ്രിവെന്റ് അബ്സോർപ്ഷൻ ഓഫ് ഫോറിൻ ഓഡേഴ്സ്. പുറത്തുനിന്നുള്ള മണങ്ങൾ വലിച്ചെടുക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പാക്കേജിംഗ് കാരണമാകുന്നു. ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ്. Packaging protect the egg from microorganism, natural predators, loss of moisture, tainting, that means contamination during transport, and it also prevent temperature change during transport. ടെമ്പറേച്ചറിലുള്ള വ്യതിയാനം മുട്ട പെട്ടെന്ന് കേടുവരാൻ കാരണമാകാറുണ്ട്. അത് നമുക്ക് പാക്കേജിംഗ് വഴി പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു പ്രിവെന്റ് crushing of the egg during handling or during storage or during transportation. Factors to be considered while the selection of packaging material. Packaging material select ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നാം സെലക്ട് ചെയ്യുന്ന പാക്കേജിംഗ് മെറ്റീരിയൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉചിതമാണോ, സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് അനുസൃതമായി ഉള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ആണോ, അതുപോലെ തന്നെ ഏത് രീതിക്കുള്ള ട്രാൻസ്പോർട്ടാണ് ആ രീതിക്ക് അനുസൃതമായിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ വേണം നാം സെലക്ട് ചെയ്യേണ്ടത്. അതായത് ട്രക്ക് വഴിയാണോ അതല്ലെങ്കിൽ റെയിൽ വഴിയാണോ അതിനനുസൃതമായിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ വേണം നാം സെലക്ട് ചെയ്യാൻ. അതല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ആണെങ്കിൽ നമുക്ക് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു ബി ട്രാവൽഡ്, എത്രമാത്രം ദൂരത്തേക്കാണ് നാം ഇത് പാക്ക് ചെയ്ത് അയക്കേണ്ടത് എന്നതിനനുസൃതമായി പാക്കേജിംഗ് മെറ്റീരിയൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ചും എത്രമാത്രം ടൈം നമുക്കിത് കീപ്പ് ചെയ്യണം ഇതെല്ലാം അനുസൃതമായി പാക്കേജിംഗ് മെറ്റീരിയൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനനുസൃതമായിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ വേണം നാം സെലക്ട് ചെയ്യാൻ. ക്വാളിറ്റീസ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽ. ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഇനി നമുക്ക് നോക്കാം. It must allow the entrance of oxygen and the material must be clean and odorless. It can withstand damage during handling, storage and transportation. And also it can withstand the deterioration of egg due to high temperature. Packaging material must be designed in such a way that the customer can easily recognize or see the product.
പെട്ടെന്ന് തന്നെ മുട്ട കാണുന്ന രീതിയിലുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ വേണം നാം യൂസ് ചെയ്യേണ്ടത്. വിവിധ തരത്തിലുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ഇനി നമുക്ക് പരിചയപ്പെടാം. ഫൈബർ കേസസ്, ഫൈബർ കൊണ്ടുണ്ടാക്കിയ കേസസ് ആണ് ഇത്. ഇതിൽ നമുക്ക് മുട്ട സ്റ്റോർ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അടുത്തതായി ബാസ്ക്കറ്റ്സ് പല രീതിയിലുള്ള ബാസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്. വയർ കൊണ്ടുണ്ടാക്കിയത്, അതല്ലെങ്കിൽ ഓല കൊണ്ടുണ്ടാക്കിയത്, അങ്ങനെ പല രീതിക്കുള്ള ബാസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസൃതമായിട്ട് നമുക്ക് അതിന്റെ മെറ്റീരിയൽ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. കർട്ടൺ എഗ് പാക്കിംഗ്, കാർഡ്ബോർഡ് കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കർട്ടൻസ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്തു വരുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു എഗ് പാക്കേജിംഗ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ രീതിയാണ് കർട്ടൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അടുത്തതായി പ്ലാസ്റ്റിക് പാക്കേജിംഗ്, കൂടുതൽ ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണയായിട്ട് ഈ പ്ലാസ്റ്റിക് പാക്കേജിംഗ് യൂസ് ചെയ്തു വരുന്നത്. ഏറ്റവും പുതിയതും അതുപോലെ തന്നെ ഏറ്റവും ഗുണമേന്മയേറിയതുമായ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ ആണ് പോളിസ്റ്റൈറീൻ എഗ് പാക്കേജിംഗ് മെറ്റീരിയൽസ്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള പോർട്ടബിൾ റാക്സ്, അതുപോലെ ഫില്ലർ ഫ്ലാറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് എഗ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യാവുന്ന പാക്കേജിംഗ് മെറ്റീരിയൽ ആണ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ ആണ് ഫില്ലർ ട്രേ. മുന്നേ നമ്മൾ ചിത്രത്തിൽ കണ്ടുവല്ലോ. ഈ ഫില്ലർ ട്രേസിൽ ഒന്നിനു മുകളിൽ ഒന്നായി നമുക്ക് മുട്ട അടുക്കി വെക്കാവുന്നതാണ്. ഒരു ഫില്ലർ ട്രേയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഫില്ലർ ട്രേസിന്റെ നമ്പർ എടുത്താൽ നമുക്ക് എത്രമാത്രം മുട്ടയുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫില്ലർ ട്രേസ് നമ്മൾ ബോക്സസ് അല്ലെങ്കിൽ കേസിലാക്കിയിട്ടാണ് സാധാരണ ട്രാൻസ്പോർട്ട് ചെയ്യാറുള്ളത്. മുട്ട ഫില്ലർ ട്രേകളിൽ നിറച്ചതിനു ശേഷം ഒന്നിനു മുകളിൽ ഒന്നായി നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ സ്റ്റാക്ക് ചെയ്ത ഫില്ലർ ട്രേകളെ ഒരുമിച്ച് കാർഡ്ബോർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ കേസുകളിൽ ഫിൽ ചെയ്തിട്ടാണ് സാധാരണയായി അതിനെ ട്രാൻസ്പോർട്ടേഷന് കൊണ്ടുപോകാറുള്ളത്. ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഏറ്റവും താഴത്തെ സ്റ്റോക്കിൽ എക്സസീവ് വെയിറ്റ് വരാത്ത രീതിയിൽ വേണം നാം അടുക്കി വെക്കേണ്ടത്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫില്ലർ ട്രേകൾ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫില്ലർ ട്രേകൾ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫില്ലർ ട്രേക്ക് മുകളിലായിട്ടുള്ള കവറിങ്ങും ഉണ്ടാകുന്നതാണ്. ദിസ് ഫില്ലർ ട്രേസ് allow for the inspection of egg without handling or touching the egg. എന്നാൽ റീറ്റെയിൽ സെയിലിൽ സാധാരണയായി ചെറിയ രീതിയിലുള്ള പാക്കറ്റുകളാണ് എഗ് പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2 മുതൽ 12 മുട്ടകൾ വരെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിക്കുള്ള പാക്കറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പേപ്പർ കൊണ്ടോ അതല്ലെങ്കിൽ വുഡ് പൾപ്പ്, പ്ലാസ്റ്റിക് എന്നിവ കൊണ്ടെല്ലാം ഉണ്ടാക്കിയതാവാം. പോളിസ്റ്റൈറീൻ കൊണ്ടുള്ള പാക്കറ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പോളിസ്റ്റൈറീൻ കൊണ്ടുള്ള ഈ പാക്കേജിംഗ് മെറ്റീരിയൽ വളരെയധികം ക്വാളിറ്റി ഉള്ളതാണ്. It have a superior cushioning action and it also protect the egg from loss of moisture and also protection against bad odors. പോളിസ്റ്റൈറീൻ പാക്കറ്റുകളുടെ മറ്റു ഗുണങ്ങളാണ് ഇത് മോൾഡ് അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്തിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ തരത്തിലുള്ള പാക്കറ്റ്സിനുണ്ട് എന്നതാണ്. ഇങ്ങനെയുള്ള സ്മോൾ കേസസ് റീറ്റെയിൽ സെയിലേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി നമുക്ക് മറ്റു തരത്തിലുള്ള എഗ് പാക്കേജസ് പരിചയപ്പെടാം. ടൈപ്പ് 1 പാക്കേജിംഗ്, വളരെ ക്ലീൻ ആയിട്ടുള്ള മുട്ട പാക്ക് ചെയ്യുന്നതിനാണ് ഈ രീതിക്കുള്ള പാക്കേജിംഗ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ ഡിസ്റ്റൻസ് ട്രാവലിംഗ് അല്ലെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമാണ് ടൈപ്പ് 1 പാക്കേജിംഗ് നാം ഉപയോഗിക്കുന്നത്. റൈസ് ഹസ്ക്, wheat chaff or chopped straws are used as a cushioning material in a well-formed basket. Or we can also pack the egg without these cushioning materials. ടൈപ്പ് 2 പാക്കേജിംഗ്, ഏറ്റവും കൂടുതൽ നാം ഉപയോഗിക്കുന്ന ഒരു പാക്കേജിംഗ് രീതിയാണ് ടൈപ്പ് 2 പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫില്ലർ ട്രേകളിലായി മുട്ട നിറയ്ക്കുന്നു. ഫില്ലർ ട്രേകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കുന്നു. ഇങ്ങനെ അടുക്കി വെച്ച ഫില്ലർ ട്രേകൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ ബോക്സുകളിലേക്ക് നിറയ്ക്കുന്നു. ഫില്ലർ ട്രേയുടെ സാധാരണ കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 അല്ലെങ്കിൽ 36 മുട്ട എന്നുള്ളതാണ്.
മറ്റൊരു പാക്കേജിംഗ് രീതിയാണ് ടൈപ്പ് 3 പാക്കേജിംഗ്. റീറ്റെയിൽ സെയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന പാക്കേജിംഗ് രീതിയാണിത്. പേപ്പർ ബോർഡ് അല്ലെങ്കിൽ മോൾഡഡ് വുഡ് പൾപ്പ് കൊണ്ടുണ്ടാക്കിയ കാർട്ടുകളിലായി മുട്ട പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് എഗ് പാക്കിംഗ് മെഷീൻസ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് എഗ് പാക്കിംഗ് മെഷീൻസ് വെച്ച് പാക്കിംഗ് വളരെ എളുപ്പമാണ്. The machine load egg to egg trays. There will be a roller which brings the egg to egg trays. Egg is generally turned to adjust its orientation. And tray stackers stack the egg trays. Then place the trays into transport belt and moved packing session. This machine is connected to a central system. പാക്കേജിംഗ് കഴിഞ്ഞ മുട്ടകൾ പ്രൊഡക്ഷൻ സൈറ്റിൽ നിന്നും മാർക്കറ്റിംഗ് സൈറ്റിലേക്ക് എത്തുന്നതിനായി നാം അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. ട്രാൻസ്പോർട്ടേഷന് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്? നാം മനസ്സിലാക്കിയതുപോലെ ഗുഡ് പാക്കേജിംഗ് മെറ്റീരിയൽ, കെയർഫുൾ ഹാൻഡ്ലിംഗ്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ എന്നിവയെല്ലാമാണ് ട്രാൻസ്പോർട്ടേഷന് ആവശ്യം വേണ്ട ഘടകങ്ങൾ. അടുത്തതായി ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് നാം എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് മനസ്സിലാക്കാം. Avoid condensation of moisture, avoid excess shaking, then stack tightly and tight securely to minimize the movement. ഇളക്കവും ജെർക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കേണ്ടതാണ്. We must take care at all stages of handling and transport. There must be a provision for loading platform at packaging section. Protect against exposure to high temperature. It may cause deterioration in quality and contamination of the egg. We must cover to protect them from the heat of sun, rain and extreme cold climate. മുട്ടയുടെ ഗുണനിലവാരം കുറയാതിരിക്കാനുള്ള മറ്റൊരു വഴിയാണ് മുട്ട റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള വാനുകളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. റെയിൽ മാർഗം മുട്ട ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ 360 അല്ലെങ്കിൽ 210 മുട്ട കൊള്ളാവുന്ന തരത്തിലുള്ള ബോക്സസ് ആണ് സാധാരണ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ എക്സ്പോർട്ട് പർപ്പസിനാവട്ടെ 360 മുട്ട കൊള്ളുന്ന ബോക്സുകളും ഡൊമസ്റ്റിക് പർപ്പസിന് ആയിട്ട് 210 എഗ് കപ്പാസിറ്റി ഉള്ള ബോക്സസുമാണ് യൂസ് ചെയ്തു വരുന്നത്. വിരിയിക്കാനായിട്ടുള്ള മുട്ട ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നാം എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. അഡ്ജസ്റ്റ് ദ വെഹിക്കിൾ ടെമ്പറേച്ചർ ടു ദാറ്റ് സ്റ്റോറേജ് റൂം. മുട്ട സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന റൂമിന്റെ ടെമ്പറേച്ചറിലേക്ക് മുട്ട ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളിന്റെ ടെമ്പറേച്ചർ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. It reduces the risk of sweating by reducing relative humidity in the vehicle. Preferably, the transport time is not longer than 12 to 24 hours. Avoid sudden temperature change during loading and unloading. Connect the truck directly to the storage room. Avoid direct sunlight and watch for unwanted condensation forming under the bag. Ensure a constant and uniform climate during egg transport. During hatching egg transport, avoid unnecessary delay. Avoid shock and jolt during loading and transport. Use truck with good suspension and trolleys with shock absorbing wheels. Maintain access roads to farms and hatchery in good condition. Don't use the weak trays and avoid overstacking. Always transport egg small and down to avoid loose air cells. മുട്ട ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് അതിന്റെ ബ്രോഡ് എൻഡ് അപ്പ് ആയിട്ടും അതല്ലെങ്കിൽ നാരോ എൻഡ് ഡൗൺ ആയിട്ട് വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ. വിരിയിക്കാനായുള്ള മുട്ടയുടെ ട്രാൻസ്പോർട്ടേഷന് 12 മണിക്കൂറിന് ശേഷം മാത്രമേ ഇൻക്യുബേഷന് വേണ്ടി സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഏർലി എംബ്രിയോണിക് മോർട്ടാലിറ്റി നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു. Clean and disinfect all the transport equipment prior to any egg transport. It will help to avoid pathogen spread and also helps to increase shelf life of the egg. Thank you.